dear students, welcome back to our classroom. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു പിക്ചർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് പോസ് ഫേസ് എങ്ങനെയാണ് എന്തൊക്കെ അളവിലാണ് ചെയ്യുക എന്നുള്ളതും അതേപോലെ ഒരു സൈഡ് പോസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോയും ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ നോക്കിയാൽ മനസ്സിലാകും ഏതൊക്കെ വർക്കുകൾ എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഐസ് എവിടെയാണ്, നോസ് എവിടെയാണ്, ലിപ്സ് എവിടെയാണ്, ഏതൊക്കെ അളവുകളിലാണ് ഇതൊക്കെ വരക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മളെ ഫേസിൻ്റെയൊക്കെ ആ ഒരു വീഡിയോസ് കണ്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങളത് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് മാത്രം ഇത് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നും ഓരോ അളവിലായി പോവും. ഓക്കെ, ഫ്രണ്ട് പോസിലുള്ള ഫേസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ആ വീഡിയോയിൽ രണ്ട് ഫേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗേളും ഒരു ബോയും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ സൈഡ് പോസ് ഉള്ള വീഡിയോയിൽ നമ്മളൊരു ലേഡീനെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബോയിനെ വരക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു ബോയിനെ വരക്കാതിരുന്നത് കേട്ടോ. ഇനി ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം, അതേപോലെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പിക്ചർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പെൻസിലിൻ്റെ കൂട്ടത്തിൽ HB എന്നുള്ളൊരു പെൻസിലുണ്ടാകും. അതാണ് നമ്മൾ വരക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ വരച്ചിടുന്ന ഇങ്ങനെ ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചിടുന്ന ഡ്രോയിങ്സ് ലൈൻസുകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഔട്ട്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ലൈറ്റായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒരുപാട് തെറ്റുകളൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വേണം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു ഫിഗറും ഒരു ബോഡി അനാട്ടമിയൊക്കെ ചെയ്യുമ്പോൾ പല സൈസിലും ആയി പോകുന്നത്. പല നിങ്ങൾ അയച്ചു തരുന്ന പല പിക്ചേഴ്സിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫേസ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ബാക്കിയുള്ള ബോഡി ഭാഗങ്ങളൊക്കെ പല അളവിലും ആയിരിക്കും. ഫേസ് വലുതായിട്ടും ബോഡി ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പറയുക, ഈ ലേഡീനെ വരച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ടാണ് അതിൻ്റെ ഹെയറൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ചെയ്യാണ്. ഷെയ്ഡിങ്ങിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു വീഡിയോ അതിൽ ചെറുതായിട്ട് നമ്മൾ ഷെയ്ഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 10B ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10B എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാർക്ക് കിട്ടുന്ന കളറാണ്, പെൻസിലാണ്. അപ്പോൾ ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഷെയ്ഡിങ് ചെയ്യുന്നത്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഡാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 10B യൂസ് ചെയ്യുക. ഡാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്കുള്ള ഗ്രേഡ്സുകൾ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ 10B വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട്സുകളുണ്ട്. അപ്പോൾ ഡേ 9 എന്നുള്ള ആ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കാണുക. അപ്പോൾ അതിൽ പെൻസിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും പലരും വന്നിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ പെൻസിലിനെ കുറിച്ച് എപ്പോഴെപ്പോഴും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ, ഒരേ കണ്ടൻറ്റ് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ഡേ 9 എന്നുള്ള ആ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഹെയറൊക്കെ ഏകദേശം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിൽ അത് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങളുടെ വർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ട്രൈഡ് പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചിട്ടുള്ള വർക്കുകൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ അത് ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു കോൺടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയും അതിന് ലൈക്കും നല്ലൊരു കമൻറ്റും ഇടുക കേട്ടോ. പിന്നെ സബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഷെയർ ചെയ്യുന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് സെലക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.